അവസാന ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നതാണ് നിങ്ങളുടെ ആഗ്രഹം? ആരാണ് ഒരു ഷുവർ ബെറ്റ് ആയി നമ്മൾ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന ശൈലജ? അവിടെയും വനിതാ മുഖ്യമന്ത്രി കെ ശൈലജയ്ക്ക് 23.5% പേരുടെ പിന്തുണ. വയനാട്ടിലും പിണറായി വിജയൻ പിന്നിലാണ്. പിണറായി വിജയന് 18.4% ആളുകളുടെ പിന്തുണ. ശൈലജയുടെ തൊട്ട് പിന്നാലെ വി.ഡി. സതീശനാണ്. ആദ്യമായി വി.ഡി. സതീശൻ രണ്ടാമതെത്തുന്നു. അതെ, 21.8% പേർ വി.ഡി. സതീശന്റെ പേര് പറയുകയാണ്. അവിടെയും എന്ന് പറയുമ്പോഴും ഇടത് മുഖ്യമന്ത്രി ശൈലജയോടൊരു താല്പര്യം ആ മണ്ഡലം കാണിക്കുന്നു. ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കഴിഞ്ഞ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഇപ്പൊ നമ്മുടെ 6ാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പറയുന്നത്, ഈ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിലും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏറ്റവും വലിയ ത്രെട്ടായിട്ട് വരുന്നത് ശൈലജയാണ്. വി.ഡി. സതീശനല്ല, അല്ലെങ്കിൽ ശശി തരൂരല്ല. അവിടെ നിന്ന് CPM-നുള്ളിൽ നിന്ന് തന്നെയാണ് ഒന്നാമത്തെ സ്ഥാനത്തേക്ക് ഈ കെ ശൈലജ എന്ന് പറയുന്ന പേര് ഉയർന്നു വരുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ചോയ്സ് ഇപ്പോഴും ശൈലജയും. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ വി.ഡി. സതീശൻ വരുന്നത് ശ്രദ്ധിക്കണം, കാരണം അത് വയനാട് മണ്ഡലമാണ്. വയനാട് മണ്ഡലത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ വരുന്നത് എന്ന് പറയുന്നത്. അതെ, തരൂരിന്റെ പേര് 14.5% പേരാണ്. സുരേഷ് ഗോപി എപ്പോഴും 10-ന് മുകളിലാണ് കേട്ടോ, 11.1%. അല്ല, ഇപ്പൊ അതാണ്, ഇപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫേസ് വരുന്നത്. നോക്കൂ, കെ ശൈലജ, പിണറായി വിജയൻ, വി.ഡി. സതീശൻ, സുരേഷ് ഗോപി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ. ബി.ജെ.പിയിൽ നോക്കൂ, കെ സുരേന്ദ്രന് 0%. ഇതെന്താണ് ഹേ പ്രഭു, ഇതെന്താണ് സംഭവിക്കുന്നത്? അതെ അതെ. അപ്പോൾ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി ഏറെക്കുറെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ഒരു സാധ്യത നമ്മൾ ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ണി സാർ തരാൻ സമയമായിരിക്കുന്നു. ഏത് മുന്നണി വിജയിക്കണം? അതാണല്ലോ ഏറ്റവും നിർണായകമായ ചോദ്യം. നോക്കാം ആൻസേഴ്സ്. വയനാട്ടിൽ ഏത് മുന്നണി? വയനാട്ടിൽ UDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ, 52.9%. 53% ആളുകൾ UDF വിജയിക്കുമെന്ന് പറയുമ്പോൾ LDF വിജയിക്കുന്നത് 33.1%. LDF-ന് നേട്ടമാണ് കേട്ടോ. നിങ്ങൾ നോക്കൂ, 25-ൽ നിന്ന് 33-ലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 8% വ്യത്യാസം ഉണ്ടാവുന്നു. എന്ന് മാത്രവുമല്ല, വലിയൊരു ഡിപ്പാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. അതായത് 53%, 64%, 11% ഡിപ്പ് ഉണ്ടാകുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി അദ്ദേഹത്തെ അംഗീകരിക്കുമ്പോഴും, അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുമ്പോഴും, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് കരുതുന്ന ഈ വയനാട്ടിലെ വോട്ടർമാർ, അവരുടെ ആ വോട്ട് പെർസെൻറ്റേജിൽ രാഹുൽ ഗാന്ധി വലിയ നഷ്ടമുണ്ടാകുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അല്ലെ, 53% UDF-ന് കിട്ടുക. 64-ൽ നിന്ന് ഒരൊറ്റ വീഴ്ചയാ. അതെ, 64 ഏണിയും പാമ്പ് കളിക്കില്ലേ? അപ്പോൾ അങ്ങനെ 64-ലെത്തി നിൽക്കുമ്പോൾ ഒരു പാമ്പ് വിഴുങ്ങുന്നു, താഴേക്ക് വരുന്നു, 53 ലാൻഡ് ചെയ്യുന്നു. CPI-യുടെ സ്ഥാനാർത്ഥി മികച്ചയാളാണെങ്കിൽ ഈ വ്യത്യാസം ഇനിയും ചുരുങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. 33 അല്ല, അതിന് മുകളിലേക്ക് CPI-യുടെ കാൻഡിഡേറ്റ്, LDF-ന്റെ സ്ഥാനാർത്ഥി. അതെ, CPI-യുടെ സ്ഥാനാർത്ഥി ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നാൽ നല്ലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. രാഹുൽ ഗാന്ധി വളരെ സേഫാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 2 ലക്ഷം വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചു വരാവുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ്, 3 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ആണ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ 3 നിയമസഭാ മണ്ഡലങ്ങളുടെ ആധിപത്യവും, ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തവണത്തെ ആ ബൂം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുമ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നിശ്ചയമായും LDF-ന് അവിടെ കഴിയും. സുരക്ഷിതമായ മണ്ഡലം, രാജ്യത്തെ സുരക്ഷിതമായ മണ്ഡലം. ആര് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് എങ്കിൽ വയനാട്ടിൽ ആര് ജയിക്കും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ല. അവിടെ രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കും. എത്ര ഭൂരിപക്ഷം ഉള്ളതാണ്, നമ്മൾ നല്ലൊരു ഫൈറ്റ് അവിടെ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് LDF നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ